റിയാസ് KMR കൂടി ചേരുന്നു. റിയാസ്, കോഴിക്കോട് എങ്ങനെയായിരുന്നു രാപ്പകൽ സമരത്തിന്റെ സമാപനം? PK കുഞ്ഞാലിക്കുട്ടി എന്തൊക്കെ പറഞ്ഞു? ഫിറോസ്, PK കുഞ്ഞാലിക്കുട്ടിയും ശക്തമായ ഭാഷയിൽ തന്നെയാണ് സർക്കാരിനെ വിമർശിച്ചത്. സമീപകാലത്ത് കുഞ്ഞാലിക്കുട്ടി സർക്കാരിനെതിരെ ഒരു ശക്തമായ വിമർശനം ഉന്നയിക്കുന്നതും ഒരുപക്ഷെ സമീപകാലത്ത് ഇതാദ്യമായാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് നികുതി വർധനവും ഇന്ധന സെസ്സും പിൻവലിക്കില്ലെന്ന പിണറായി സർക്കാരിന്റെ നിലപാട് ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അത് UDF-നെതിരായ വെല്ലുവിളിയല്ല, ജനങ്ങളോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. നികുതി വർധനവിൽ സർക്കാർ തീരുമാനം പിൻവലിക്കും വരെ പ്രതിപക്ഷം സമരം തുടരും. UDF-ന്റെ സമരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന തീരുമാനമെടുക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിനും അധികാരമില്ല. കിട്ടാനുള്ള നികുതി ചോദിച്ചു വാങ്ങാതെ അതിന്റെ അധികഭാരം ജനങ്ങളുടെ തലയിലിടുകയാണ് സർക്കാർ ചെയ്യുന്നത്. ബഫർ സോണിൽ നേരത്തെ മുൻ നിലപാടിൽ നിന്നും സർക്കാരിന് പിറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ നികുതി വർധന സംബന്ധിച്ച നിലപാടും സർക്കാരിന് തിരുത്തേണ്ടി വരും. ജനങ്ങൾ ദുരിതത്തിലാകുമ്പോഴും സർക്കാരിന്റെ ദൂർത്തിന് ഒരു കുറവുമില്ല. നികുതി വർധന പിൻവലിച്ചില്ലെങ്കിൽ സർക്കാരിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാകാത്ത രീതിയിൽ ജനരോഷമുണ്ടാകും. അധിക നികുതി വരുമാനം കൊണ്ട് സർക്കാരിന് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ആശ്വാസകരമായ ഒരു വാചകവും പിണറായി സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നുമില്ല. ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തെന്ന് കരുതി ഇനിയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചെപ്പടി വിദ്യ കാട്ടി രക്ഷപ്പെടാമെന്ന് പിണറായി സർക്കാർ കരുതേണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് കോഴിക്കോട് 4:30 കോഴിക്കോട് രാപ്പകൽ സമരം കോഴിക്കോട് കിഡ്സൺ കോർണറിൽ UDF-ന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. സമാപന സമ്മേളനമാണ് PK കുഞ്ഞാലിക്കുട്ടി അല്പം മുൻപ് ഉദ്ഘാടനം ചെയ്തത്. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA റസാഖ് മാസ്റ്റർ അടക്കമുള്ള UDF-ന്റെ ജില്ലാ ചെയർമാൻ K ബാലനാരായണൻ അടക്കമുള്ള നേതാക്കളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. മാത്രമല്ല വലിയൊരു ജന പങ്കാളിത്തമാണ് ഈ നികുതി വർധനയ്ക്കെതിരായ സമരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഫിറോസ്, അതെ, രാപ്പകൽ സമരത്തിന് കോഴിക്കോടും സമാപനമായി. PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു, കിട്ടാനുള്ള നികുതി പിരിച്ചെടുക്കാതെ അതിന്റെ ഭാരം കൂടി ജനങ്ങളുടെ മേൽ, സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ ചാരുന്നു എന്ന്. റിയാസ് KMR ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.